നെത്തോലി ചെറിയ മീനല്ല. ഇതൊരു സിനിമയുടെ പേരായിട്ട് മാത്രം കണക്കാക്കി കളയരുത്. നെത്തോലി ചെറിയ മീനല്ല എന്നുള്ളത് കുറേയധികം ഫാക്ടേഴ്സ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നെത്തോലി മീൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ അത് കാൽഷ്യം കൂടുതലാണ്. അതുകൊണ്ട് ഒരു മനുഷ്യ ശരീരത്തിൻ്റെ എല്ലുകൾക്ക് ബലം നൽകാൻ അതിന് പറ്റും. അതുപോലെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അതിൽ കൂടുതലാണ്. അതുകൊണ്ട് ബ്രെയിനിൻ്റെ വർക്ക് ഒത്തിരി നന്നായിട്ട് നടക്കാനായിട്ട് അത് സഹായിക്കും. അതുപോലെ തന്നെ ഇതിൽ പ്രോട്ടീനുണ്ട്. അതുകൊണ്ട് ശരീരത്തിൻ്റെ വളർച്ച, മാംസത്തിൻ്റെ ബലം, ഇതിനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, നെത്തോലി മീനിലാണ് അയണിൻ്റെയും വിറ്റാമിൻ്റെയും നല്ല രീതിയിലുള്ള പ്രസൻസ് ഉള്ളത്. അതുകൊണ്ട് ബ്ലഡിലൊക്കെ ഇത് ഒത്തിരി ഗുണം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒത്തിരി കാരണങ്ങൾ കൊണ്ട് നെത്തോലി ചെറിയ മീനല്ലെന്ന് നമുക്ക് പറയാൻ പറ്റും. കുറേ വലിയ മീനുകളുണ്ടെങ്കിലും നെത്തോലി അത്ര ചെറുതായിട്ട് ആരും വില കുറച്ച് കാണരുത്. നെത്തോലി മീനിനെക്കുറിച്ച് പറയാനല്ല ഇത്രയും പറഞ്ഞത്. നമ്മൾ ചെറുതെന്ന് പറയുന്ന പല കാര്യങ്ങളിലും വലിയ വലിയ ഗുണങ്ങളുണ്ടെന്ന് പറയാനാണ് ഇത്രയും പറഞ്ഞത്. ഇത് ഗോസ്പൽ പറയുന്നത്, നിങ്ങൾ ഭൂമിയുടെ വെളിച്ചമാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ചുറ്റും ഇരുട്ടാണെന്ന് പറഞ്ഞാലും ഒരു ചെറിയ മെഴുകുതിരി നാളത്തിന് മതിയല്ലോ ഈ ഇരുട്ടിന് മുഴുവനും പ്രകാശമാകാൻ. ഒരു കറിക്ക് എന്തൊക്കെ നൽകിയെന്ന് പറഞ്ഞാലും ഒരല്പം ഉപ്പ് മതിയല്ലോ അതിന് സ്വാദ് കൂട്ടാൻ. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടിൻ്റെയും പ്രസൻസ് അത്ര ചെറുതല്ല. നമ്മൾ ഓരോരുത്തരും വാല്യുബിൾ ആണെന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് എന്താ ഗോസ്പൽ. നമ്മൾ ഈ ഭൂമിയിലെ കോടാനുകോടി മനുഷ്യരിൽ ഒരാളാണ്. പക്ഷേ നമുക്ക് ഒത്തിരി കാര്യം ചെയ്യാൻ പറ്റും. ഈ ഭൂമിയിൽ ദൈവം ഓരോ മനുഷ്യരെ അയക്കുമ്പോഴും ദൈവത്തിന് ഒരു സ്വപ്നം നൽകിയിട്ടാണ് അയക്കുന്നത്. ഓരോ മനുഷ്യരുടെ ഉത്തരവാദിത്വം എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ സ്വപ്നം ഈ ഭൂമിയിൽ നിറവേറ്റുക. അത് വളരെ യുണീക്കാണ്, വളരെ വ്യത്യസ്തമാണ്. യുണീക്കായിട്ട് വ്യത്യസ്തമായിട്ട് മറ്റാർക്കും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ചില അടയാളങ്ങൾ ഈ ഭൂമിയിൽ പതിച്ചിട്ട് പോകേണ്ടവരാണ് ഓരോ മനുഷ്യരും. യു ആർ യുണീക്ക്, യു ആർ വാല്യുബിൾ. ഇത് മറന്നു പോകരുത്. നമുക്ക് മാത്രം ചെയ്യാവുന്ന, നമ്മൾ മാത്രം ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഈ ഭൂമിയിലുണ്ട്. അതാണല്ലോ മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോഴുള്ള വചനഭാഗം നമ്മൾ ഓർക്കുന്നത്. എൻ്റെ ഓട്ടം ഞാൻ പൂർത്തിയാക്കി. ഈ ഓട്ടം പൂർത്തിയാക്കി എന്ന് പറയാൻ കാര്യം എന്താ? കാര്യം നിനക്ക് വേണ്ടി മാത്രമുള്ള ട്രാക്കുണ്ട്. ആ ട്രാക്കിൽ നീ ഫസ്റ്റ് വരണം, സെക്കൻഡും തേർഡും വരേണ്ട അല്ല നിൻ്റെ ഇടം. അങ്ങനെ നമ്മളുടെ ഓട്ടം ഏറ്റവും മനോഹരമായി ഓടിത്തീർക്കേണ്ടത് നമുക്ക് മാത്രം ചെയ്യേണ്ട ചില കാര്യങ്ങളാണ്. കോടാനുകോടി മനുഷ്യരുള്ള ഈ ഭൂമിയിൽ നമുക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. സോ യു ആർ യുണീക്ക്. ആവർത്തിച്ച് ഈ വാക്ക് പറയുന്നത് കർത്താവ് എന്ന് പറയുന്ന ഗോസ്പൽ പാസേജ് ഓർക്കാൻ വേണ്ടിയിട്ടാണ്. എത്ര തന്നെ ഉണ്ടെന്ന് പറഞ്ഞാലും ഈ ഭൂമിയുടെ ഉപ്പാണ് നമ്മൾ. എന്തിനും സ്വാദം നൽകാൻ നമ്മുടെ വാക്കുകൾക്കും നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ പ്രവൃത്തികൾക്കും സാധിക്കും. നമ്മൾ പ്രകാശമാണ്. കുറേ അധികം മനുഷ്യർ ഇരുട്ടിലായിട്ടുണ്ട്. നമ്മുടെ കൂടെയുള്ള മനുഷ്യർ, നമ്മൾ അകന്നു പോകുന്ന മനുഷ്യർ, നമ്മൾ കാണുന്ന മനുഷ്യർ, ഇവർക്കൊക്കെ ഇത്തിരി വെട്ടം നൽകാൻ വേണ്ടി നമുക്ക് സാധിക്കും. വലിയൊരു ഇരുട്ടിനകത്ത് ഒരു മിന്നാമിനുങ്ങ് എത്ര ശോഭയോടെയാണ് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ഇരുട്ടിൽ ശോഭയോടെ പ്രകാശിക്കേണ്ടവരാണ്, ഇരുട്ടിനെ കൂടുതൽ ഇരുട്ടാക്കേണ്ടവരല്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇരുട്ടിൽ ശോഭയോടെ പ്രകാശിക്കേണ്ടവരാണ്, ഇരുട്ടിനെ കൂടുതൽ